പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്ന കാര്യമാണെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന കാര്യമാണെങ്കിലും അതുപോലും വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളാണ് തൃശൂരിലെ BJP ഓഫീസിലിരിക്കുന്നതെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഉദാഹരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 10,000-കണക്കിന് കള്ളവോട്ടുകൾ പൊന്നാനിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന്, അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല. പക്ഷെ ഇന്നലെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കുകയാണ്. എന്താണ്? ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ. ആരോടാ ചോദിക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കക്ഷിയല്ലേ പണ്ട് മഞ്ചേശ്വരത്ത് 15,000 കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് കോടതി പോയത് അല്ലേ? സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ? സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രമല്ല, ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. മനസ്സിലായല്ലോ? എന്നാൽ ആ സുരേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടത്. എന്ത് മര്യാദയാണ്, എന്ത് ഭാഷയാണിത്? എന്നിട്ട് ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? UDF-നോടൊരു വെല്ലുവിളി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ വാ, ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ നിർത്തുന്നു. അല്ലേ? അതല്ലേ പറഞ്ഞത്? ഞങ്ങൾ ശോഭയെ നിർത്തുന്നു. ഏത് പഴയ സിനിമയിൽ പറഞ്ഞത്? എനിക്ക് വരെ രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞതുപോലെയാ. ശോഭ എവിടെയും ജയിക്കരുതെന്ന് സുരേന്ദ്രന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോയത്. മനസ്സിലായല്ലോ? സുരേന്ദ്രൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് ആ പാവത്തിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തിട്ടില്ല. അവിടെ മുഴുവൻ അടിവലിയായിരുന്നു. പോയിടത്ത് മുഴുവൻ ശോഭ പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രനെതിരെ. എന്നിട്ട് ഇപ്പൊ സുരേന്ദ്രൻ വന്ന് ആപ്പ് വെച്ചിട്ട് പോയിരിക്കുക പാവത്തിന് തൃശൂരിൽ കൊണ്ടുപോയി ബലിയാടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ BJP-ക്കാട്ട് പറയാണ്, എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത്? ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്ക്. കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും, UDF പരാജയപ്പെടുത്തും. സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശൂരിൽ ലാൻഡ് ചെയ്യണം. കേരളം മുഴുവൻ പറന്ന് മത്സരിച്ചല്ലോ. ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഇവിടെ കൂടി മത്സരിക്ക്. ഞങ്ങൾ തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം. കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് UDF ഒറ്റക്കെട്ടായി ഈ തൃശൂർ തിരിച്ചു പിടിക്കാൻ പോവുക. ഒരു സംശയവും വേണ്ട. BJP-യുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത്? അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്നത്? അല്ലേ? 3 വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഘിക്ക് കലിയിളകി. ഇതെങ്ങനെയാ സാധ്യമാവുന്നത്? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ? എടോ, അതാണ് കേരളം. സംഘികളെ തീണ്ടാപ്പാടകലെ നിർത്തിയിട്ടുള്ള കേരളം. തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഒട്ടേറെ കാരണങ്ങളുണ്ട്. വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടപറ്റ മക്കളെ പോലെയാണ്. നാഭീനാള ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും മുപ്പർക്ക് പല മോഹങ്ങളുണ്ട് അല്ലേ? ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത്. മേയർ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകണ്ട. പൂങ്കുന്നത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ്. എന്നെ കോൺഗ്രസുകാർ 14 ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു. അവരുടെ കൂടപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു. അപ്പുറത്ത് കുറെ കാലം മുമ്പ് അങ്ങോട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചേച്ചി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് എന്നെ ഉദ്ബോധിപ്പിക്കുകയാണ്. നല്ല കാര്യം. ഇനി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച്, പാർട്ടി മാറുന്നതിലെ സദാചാര ശുദ്ധിയെക്കുറിച്ചൊക്കെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതൽ തന്നെയാണല്ലോ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. ഞാൻ അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവരോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. പക്ഷേ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച്, പാർട്ടി മാറ്റത്തെക്കുറിച്ച് എനിക്ക് ട്യൂഷൻ എടുക്കാൻ മാത്രമുള്ള വലിപ്പം അവർക്കില്ല എന്ന് അവരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നും ആ പാവത്തിന് കോൺഗ്രസിന് പോയതിനു ശേഷം ഒരു BJP-യുടെ വേദിയിൽ എവിടെയും ഒരു പദവി, ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ, KPCC വക്താവെന്ന് പറഞ്ഞു വിളിച്ചു. ആ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ BJP വിളിക്കേണ്ടത്? ഈ നിമിഷം വരെ ഒരു പദവി കൊടുത്തിട്ടില്ല, എവിടെയും എത്തിച്ചിട്ടില്ല. പാവത്തിനെ തേരാപ്പാര അറിയാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJP-യിലേക്ക് പോയ ആളുകളുടെ ഒക്കെ അവസ്ഥ അതാണ്. BJP-യിലേക്ക് പോയ ആളുകളൊക്കെ അവിടെ ചെന്നാൽ എന്തോ മഹാകാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ?
ഈ പളപളപ്പും ഈ മിനുമിനുപ്പും ഒക്കെ ഇനി ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ്. അത് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ ബിജെപിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ.